നമസ്കാരം. ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്കിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആഴ്ചയിലെ ബാർക്ക് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ മലയാളത്തിൽ ന്യൂസ് ചാനലുകളുടെയും വിനോദ ചാനലുകളുടെയും റേറ്റിംഗ് പരിശോധിക്കുന്ന വീഡിയോ ആണ് ഇത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദമായി ഇത് സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. കഴിഞ്ഞ 3-4 ആഴ്ചകളായി റേറ്റിങ്ങിൽ വലിയ തോതിൽ ആളുകൾ പിന്നോട്ട് പോകുന്നു. ടെലിവിഷൻ ചാനലുകൾ കാണുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. ന്യൂസ് ചാനലുകൾ പ്രത്യേകിച്ചും അതിൻ്റെ ഇരയാകുന്നു എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിൽ മീഡിയ വണ്ണിൻ്റെ മുന്നേറ്റത്തെക്കുറിച്ച് കഴിഞ്ഞ തുടർച്ചയായിട്ടുള്ള ആഴ്ചകളിൽ മീഡിയ വണ്ണിനുണ്ടായ മെച്ചം, അവർ വലിയ തോതിൽ മുന്നോട്ട് പോയി 5ാം സ്ഥാനത്ത് സ്റ്റേബിളായി നിൽക്കുന്നു, വീണ്ടും കുതിക്കുന്നു. ഈ ആഴ്ച അത് തന്നെയാണ്, അതിലേക്ക് നമ്മൾ വരികയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മീഡിയ വണ്ണിന് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നു എന്ന സംശയം പല ആളുകളും ഉന്നയിച്ചിരുന്നു. മീഡിയ വണ്ണ് മാത്രമല്ല, ജനം ടി വിക്കും ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ അല്ലെങ്കിൽ വാർത്തകൾ സജീവമായി ചർച്ച ചെയ്യുന്നതിനാൽ ജനം ടി വിക്കും മെച്ചമുണ്ടായിരുന്നു. പക്ഷേ മീഡിയ വണ്ണിൻ്റെ കാര്യമാണ് പലരും ഉന്നയിച്ചത്. മീഡിയ വണ്ണ് എങ്ങനെ അങ്ങനെ സാധിക്കുന്നു എന്നുള്ള ചോദ്യം. അതിൽ മീഡിയ വണ്ണിന് സ്വാഭാവികമായി കഴിഞ്ഞ പലസ്തീൻ ഇഷ്യൂവിന് ശേഷം സജീവമായ വാർത്താ ചർച്ചകളിൽ മലയാള ടെലിവിഷൻ ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഉള്ളടക്കം മുന്നോട്ട് വെക്കുന്നു എന്നുള്ള ഒരു മെച്ചമുണ്ടായിരുന്നു. അത് കൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉള്ളത്, അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ തുടക്ക ഭാഗത്തിലെ ഉദ്ദേശം. അതായത് കേരളത്തിൽ മാത്രമല്ല, എല്ലായിടത്തും ബാർക്ക് ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന നേരത്തെ ടാമായിരുന്നു, ഇപ്പോൾ ബാർക്കാണ്. ബാർക്ക് ഈ റേറ്റിംഗ് നിശ്ചയിക്കുന്നത് ഒരു സർവേ സ്റ്റൈലിലാണ്. വളരെ കുറഞ്ഞ നിലയിൽ ബാർക്ക് മീറ്ററുകൾ തിരഞ്ഞെടുക്കപ്പെട്ട വീടുകളിൽ സ്ഥാപിക്കും. അത് ഒരു 5000-ലൊക്കെ താഴെയുള്ള വീടുകളിലായിരിക്കും എന്നൊക്കെയാണ്. അതിൻ്റെ മൂർത്തമായ കണക്ക് നമുക്ക് ലഭ്യമല്ല. അങ്ങനെയുള്ള ഒരു രീതിയിലൂടെയാണ് ആ വീടുകളിൽ ബാർക്ക് മീറ്ററുകൾ വെക്കുകയും ബാർക്ക് മീറ്ററുകളിൽ അടയാളപ്പെടുത്തുന്ന വിവരം അവർ ടെക്നിക്കലി ശേഖരിച്ച് അത് ഡീകോഡ് ചെയ്തിട്ടാണ് ഈ റേറ്റിംഗ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഈ ബാർക്ക് മീറ്ററുകൾ വയ്ക്കുന്ന വീടുകളിൽ ആനുപാതികമായി തെക്കൻ കേരളത്തിൽ ഉള്ളതിന് ആനുപാതികമായി മലബാർ ഭാഗത്ത് മീറ്ററുകൾ വെച്ചിരുന്നില്ല. പേരിന് 1-2 മീറ്ററുകൾ മാത്രമാണ് വെച്ചിരുന്നത് എന്നുള്ളതായിരുന്നു വാസ്തവം. ഇത് ഈ ബാർക്കിൻ്റെ ശ്രദ്ധയിലേക്ക് വരികയും ചാനലുകളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അങ്ങനെ ചെയ്യാൻ പാടില്ല, മലബാറിൽ ഉള്ളതും മനുഷ്യരാണല്ലോ, അപ്പോൾ അവിടെയും മീറ്റർ ആനുപാതികമായി തന്നെ വെക്കണം. തൃശ്ശൂരിനപ്പുറത്ത് കാസർഗോഡ് വരെയുള്ള ജില്ലകൾ, പ്രത്യേകിച്ചും കോഴിക്കോടിനപ്പുറത്തുള്ള ജില്ലകളിൽ ആനുപാതികമായി മീറ്ററുകൾ വെക്കുന്നില്ല, പേരിന് മാത്രമേ വെച്ചിട്ടുള്ളൂ. അക്കാര്യത്തിൽ ഒരു നീതി വേണം എന്നുള്ള ചർച്ച നടക്കുകയും ബാർക്ക് 2 മാസം മുമ്പ് അത്തരമൊരു തീരുമാനമെടുത്ത് നടപ്പാക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മലബാർ ഏരിയയിൽ ബാർക്ക് മീറ്റർ ആനുപാതികമായി വെച്ചു. അതിൻ്റെ അർത്ഥം നിലവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടി എന്നുള്ളതാണ്, പക്ഷേ തുല്യമായി എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താ? അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ മലബാറിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ചാനൽ കൂടുതലും മീഡിയ വണ്ണാണല്ലോ. മീഡിയ വണ്ണാണ് അതിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ മീഡിയ വണ്ണിൻ്റെ പ്രേക്ഷകർ കൂടുതലുള്ളത് മലബാറിലാണ്. അപ്പോൾ അവരുടെ വീടുകളിലെ ആനുപാതികമായ കാഴ്ചയെ രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ മാതൃഭൂമിക്കും വലിയ ഇടിവില്ലാത്തൊരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അതും ഇതിലൊരു കാരണമായിട്ടുണ്ടാവും. അപ്പം മീഡിയ വണ്ണിൻ്റെ മുന്നേറ്റത്തിലെ ഒരു കാരണമായിട്ട് എനിക്ക് ഈ വിശകലനത്തിൽ തോന്നിയത് ഈ വസ്തുത കൂടി നമ്മുടെ മുന്നോട്ട് വരുമ്പോൾ, നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഒരു കാരണം എന്നുള്ളത്. മറ്റ് ഇടങ്ങളിലൊക്കെ ഈ കാര്യം നേരത്തെ ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ബാർക്ക് മീറ്ററുകൾ നീതിപൂർവകമായി ആനുപാതികമായി എല്ലായിടത്തും തുല്യമായി സ്ഥാപിക്കാൻ തീരുമാനിച്ചതിൻ്റെ തുടർച്ചയാണ് മീഡിയ വണ്ണിൻ്റെ മുന്നേറ്റം എന്നുള്ളതാണ്. ഈ ആഴ്ചയും അത് ആ ചർച്ചയിലേക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞത്. മീഡിയ വണ്ണിന് വലിയ മുന്നേറ്റം ഈ ആഴ്ച ഉണ്ടായിട്ടുണ്ട്. മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പല ആളുകൾ നേരിട്ട് പോയിൻ്റ് നില സ്ഥാനമൊക്കെ പറയണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. അതുകൊണ്ട് ആ കാര്യം കൂടി ശ്രദ്ധയിൽ പെടുത്തി ഞാൻ അതിലേക്ക് കടക്കുകയാണ്. മലയാളം ന്യൂസ് ചാനലുകളിലെ ആദ്യത്തെ കാര്യം സ്ഥാനക്രമമാണ്. ആ സ്ഥാനക്രമം ഞാൻ പറയുകയാണ്. ആദ്യം 1ാം സ്ഥാനത്ത് ഏഷ്യാനെറ്റാണ്, 2ാം സ്ഥാനത്ത് 24 ആണ്, 3ാം സ്ഥാനത്ത് മനോരമയാണ്. ചെറിയ വ്യത്യാസത്തിൽ കഴിഞ്ഞ ആഴ്ചത്തെ അതേ നിലയിൽ 4ാം സ്ഥാനത്ത് മാതൃഭൂമി തുടരുന്നു. 5ാം സ്ഥാനത്ത് ജനം ടി വി എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ആഴ്ച. അതിന് പ്രത്യേക കാരണമുണ്ട്, ആ കാരണത്തിലേക്ക് നമുക്ക് വരാം. 6ാം സ്ഥാനത്ത് മീഡിയ വൺ എത്തി, 7ാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി, 8ാം സ്ഥാനത്ത് കൈരളി ന്യൂസ്, 9ാം സ്ഥാനത്ത് ന്യൂസ് 18 കേരളം എത്തി എന്നുള്ളതാണ്. മെയിൽ 22+ ABC എന്ന സെക്ഷനാണ് നമ്മൾ പരിശോധിക്കുന്നത്. ജനം ടി വിക്കാണ് ഈ ആഴ്ച ഏറ്റവും കൂടിയ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. അത് മറ്റൊരു ചാനലും ഇല്ലാത്തത്രയും വലിയ പോയിൻ്റ് നില അവർക്ക് കൂടി. 9.49 പോയിൻ്റ് അവർക്ക് വർദ്ധിച്ചു.
ഇനി പോയിൻ്റ് നിലയിലേക്കാണ്. ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. ഏഷ്യാനെറ്റ് ന്യൂസിന് 6.35 പോയിൻ്റ് വർദ്ധിച്ചു. ഈ ആഴ്ച പൊതുവെ ചാനലുകൾക്ക് മെച്ചപ്പെട്ട ഒരാഴ്ചയാണ്. കഴിഞ്ഞ 4 ആഴ്ചകളായി തുടർച്ചയായി വലിയ കുറവ് രേഖപ്പെടുത്തിയിരുന്ന ചാനലുകൾക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടുന്ന സാഹചര്യം ഈ ആഴ്ചയുണ്ട്. അതുകൊണ്ട് എല്ലാ ചാനലുകൾക്കും വർധനയുണ്ട്. താരതമ്യേന ഏറ്റവും കൂടിയ വർധന, താരതമ്യേന പോലുള്ള നന്നായിട്ടുള്ള വർധന ഉണ്ടായിട്ടുള്ളത് ജനം ടി വിക്കാണ് എന്ന് മാത്രമാണ്. ഏഷ്യാനെറ്റ് ന്യൂസിന് 6.35 പോയിൻറ്റിൻ്റെ വർധന ഈ ആഴ്ച ഉണ്ടായിട്ടുണ്ട്. തൊട്ട് മുന്നത്തെ ആഴ്ച 131.78 ആയിരുന്നത് 6.35 പോയിൻ്റ് വർദ്ധിച്ച് 138.13 എന്ന നിലയിലേക്കെത്തി. രണ്ടാം സ്ഥാനത്ത് 24 ആണ്. 24ന് 2.29 വർധന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 93.36 എന്ന പോയിന്റിൽ 2.29 വർദ്ധിച്ച് 95.65 പോയിന്റിലേക്ക് 24 എത്തി എന്നുള്ളതാണ്. അവർക്ക് പക്ഷേ 100 മറികടക്കാൻ പറ്റിയില്ല. 100ന് മുകളിലുള്ള ചാനൽ ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രമാണ്. മനോരമയാണ് മൂന്നാം സ്ഥാനത്ത്. 0.07 വർധന മാത്രമാണ് മനോരമയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. 60.64 എന്ന പോയിന്റിൽ 0.07 വർദ്ധിച്ച് 60.71 ആയി മനോരമയ്ക്ക്. നാലാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസാണ്. മാതൃഭൂമി ന്യൂസിന് ഈ ആഴ്ച 0.02 കുറവാണ് ഉണ്ടായത്. ഇല്ലെങ്കിൽ അവർക്ക് ഒന്നെങ്കിലും കൂടിയിരുന്നെങ്കിൽ മനോരമയെ തോപ്പിക്കായിരുന്നു. മാതൃഭൂമിക്ക് കഴിഞ്ഞ ആഴ്ചത്തെ 59.74 പോയിന്റിൽ നിന്ന് 0.02 കുറഞ്ഞ് 59.72 പോയിൻ്റ് ആവുകയാണ് ചെയ്തത്. അഞ്ചാം സ്ഥാനത്ത് ജനം ടി വിയാണ്. ജനം ടി വിക്ക് നേരത്തെ പറഞ്ഞു 9.49 വർധന ഉണ്ടായി. 33.09 നിന്ന് 9.49 വർദ്ധിച്ച് 42.58 പോയിൻ്റായി എന്നുള്ളതാണ്. ജനം ടി വിക്ക് സമീപകാലത്തെ ഏറ്റവും മികച്ച മുന്നേറ്റമാണ്. അവർ നേരത്തെ വലിയ മുന്നേറ്റം നടത്തിയത് ശബരിമല സമരക്കാലത്താണ്. ഇപ്രാവശ്യം ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യമാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അങ്ങനെ അഞ്ചാം സ്ഥാനത്തേക്ക് ജനം ടി വി സമീപകാലത്തെ ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തി. ആറാം സ്ഥാനത്ത് മീഡിയ വണ്ണാണ്. മീഡിയ വണ്ണിനും 2.73 വർധനയുണ്ടായി. മീഡിയ വണ്ണിൻ്റെ പോയിൻ്റ് നില 33.56 നിന്ന് 2.73 വർദ്ധിച്ച് 36.29 എത്തി എന്നുള്ളതാണ്. റിപ്പോർട്ടർ ടി വിയാണ് ഏഴാം സ്ഥാനത്ത്. റിപ്പോർട്ടർ ടി വിയുടെ പോയിൻ്റ് 0.18 വർധനയാണ്. റിപ്പോർട്ടർ ടി വി കഴിഞ്ഞ ആഴ്ച മുതൽ വലിയ ഇടിവിലാണ്. അവർ മുന്നോട്ട് പോകുന്നതിൽ ലക്ഷണവും കാണിക്കാത്ത അവസ്ഥയാണ്. 0.18 പോയിൻ്റ് ആണ് റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ടായിരിക്കുന്നത് വർധന. 29.44 പോയിൻ്റ് ആയിരുന്നത് 0.18 വർദ്ധിച്ച് 29.62 പോയിൻറ്റിലേക്ക് എത്തി റിപ്പോർട്ടർ ടി വി. അങ്ങനെ അവർ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നു. എട്ടാം സ്ഥാനത്ത് കൈരളി ന്യൂസാണ്. കൈരളി ന്യൂസിൻ്റെ പോയിൻ്റ് 0.38 മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ. 25.91 ആയിരുന്നത് 0.38 വർദ്ധിച്ച് 26.29 കൈരളി ടി വി എത്തി. ഒമ്പതാം സ്ഥാനത്ത് ന്യൂസ് 18 കേരളയാണ്. ന്യൂസ് 18 കേരളക്ക് 1.19 വർധനയുണ്ടായി. 17.72 ആയിരുന്നത് 1.19 വർദ്ധിച്ച് 18.91 പോയിൻ്റായി എന്നുള്ളതാണ് ഈ ന്യൂസ് 18 കേരളത്തിൻ്റെ സ്ഥിതി. ഇതിൽ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യം 2 സംഭവങ്ങളാണ്. ഈ ബാർക്ക് റേറ്റിംഗ്, നമ്മൾ പരിശോധിച്ച ബാർക്ക് റേറ്റിംഗ് ഉണ്ടായ കാലത്തെ കേരളത്തിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, കേരളത്തിലെ ചാനലുകൾ കൈകാര്യം ചെയ്ത സംഭവവികാസം. ഒന്ന്, അയോധ്യയിലെ വിഗ്രഹ പ്രതിഷ്ഠയാണ് ഒരു കാര്യം. രണ്ടാമത്തേത് കേരളത്തിലെ രാഷ്ട്രീയ തർക്കങ്ങളാണ്. അത് മൂർച്ഛിച്ച് ഗവർണറും കേരളവും സർക്കാരും തമ്മിലുള്ള തർക്കമായി ഗവർണർ റോട്ടിലിറങ്ങി നിൽക്കുന്ന സ്ഥിതി വരെ എത്തി. 2 സംഭവങ്ങളും സജീവമായി ഒരു ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോയ സംഭവമാണ്. വിഗ്രഹ പ്രതിഷ്ഠ ഒരു ദിവസം മുഴുവൻ മുന്നോട്ട് പോയതാണ്. കൂടുതൽ അതിൻ്റെ അപ്പുറത്തുപ്പുറത്തുള്ള ദിവസങ്ങളിലും സ്വാധീനിക്കുന്ന സംഭവമാണ്. ഗവർണറും അതുപോലെ തന്നെ ഒരു ദിവസം മുഴുവൻ നീണ്ടുപോയ ഒരു സംഭവമാണ്. ആ അർത്ഥത്തിൽ കഴിഞ്ഞ ആഴ്ചത്തെ ഈ റേറ്റിങ്ങിൽ ഉണ്ടായ സ്വാഭാവികമായ വർധനയ്ക്ക് അടിസ്ഥാനം ഇതാണ്. സജീവമായൊരു വാർത്താ ആഴ്ചയെ ഈ നിലയിൽ അടയാളപ്പെടുത്തി എന്ന് വേണം കരുതാൻ. അതിൽ തന്നെ ചാനലുകളുടെ റേറ്റിംഗ് വർദ്ധിക്കുന്നത് ഓരോ ചാനലിൻ്റെയും സ്വഭാവം അനുസരിച്ച് കൂടിയാണല്ലോ. ആ അർത്ഥത്തിൽ ജനം ടി വി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യയശാസ്ത്രം വെച്ച് ടെലിവിഷൻ കാണുന്ന ആളുകളാണ് കൂടുതൽ. അത്തരത്തിൽ ആഭിമുഖ്യമുള്ള ആളുകൾ കൂടുതലായി ജനം ടി വി ആ ദിവസം ഇരുന്ന് കണ്ടു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം അയോധ്യയിലെ വിഗ്രഹ പ്രതിഷ്ഠ അവർക്ക് ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു സന്ദേശം കൂടി നൽകുന്നതാണ്. ജനം ടി വി ഒഴികെ ജനം ടി വിയോട് മത്സരിച്ച് മുഖ്യധാരയിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്ന ചാനൽ മനോരമയുമാണ്. പ്രത്യേകിച്ചും അയോധ്യ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കാലങ്ങളായുള്ള ചരിത്രം, അവിടെ വിഗ്രഹ പ്രതിഷ്ഠ സാധൂകരിക്കുന്ന വിധത്തിലുള്ള വസ്തുതാപരം എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ചർച്ചയൊക്കെ മനോരമ അമ്പും തുമ്പും നടത്തി അങ്ങ് മുന്നോട്ട് പോവുകയായിരുന്നു.
ബാബറി മസ്ജിദ് തകർത്ത ഇടത്ത് സ്ഥാപിച്ച ക്ഷേത്രവുമായി ബന്ധപ്പെട്ട യാതൊരു പരാമർശങ്ങളും ഇല്ലാതെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള ചരിത്രത്തെ ഓർമ്മിക്കാത്ത തരത്തിലുള്ള ചർച്ചയാണ് നടന്നത്. ആ ചർച്ചകളിൽ ആ തരത്തിലുള്ള വാർത്താ നിർമ്മിതിയിൽ ആളുകൾക്ക് പ്രത്യേകമായ താല്പര്യമില്ല എന്ന് വേണം ഈ റേറ്റിംഗ് കാണുമ്പം നമുക്ക് മനസ്സിലാക്കാൻ. ഇനി വിനോദ ചാനലുകൾ കൂടി നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് പിൻവാങ്ങാം. വിനോദ ചാനലുകളിൽ വലിയ മെച്ചമോ കുറവോ ഉണ്ടായിട്ടില്ല. സമീപകാലത്തെ ആ പോയിന്റ് നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഏഷ്യാനെറ്റാണ് ഒന്നാം സ്ഥാനത്ത് 773, രണ്ടാം സ്ഥാനത്ത് സി കേരളം 207, മൂന്നാം സ്ഥാനത്ത് ഫ്ലവേഴ്സ് 200 പോയിൻറ്റ്, നാലാം സ്ഥാനത്ത് സൂര്യ TV 196 പോയിൻറ്റ്, അഞ്ചാം സ്ഥാനത്ത് മഴവിൽ മനോരമ 186 പോയിൻറ്റ്, ആറാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് മൂവീസ് 134 പോയിൻറ്റ്, ഏഴാം സ്ഥാനത്ത് കൈരളി TV 113 പോയിൻറ്റ്, എട്ടാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് പ്ലസ് 80 പോയിൻറ്റ്, ഒമ്പതാം സ്ഥാനത്ത് സൂര്യ മൂവീസ് 79 പോയിൻറ്റ്, പത്താം സ്ഥാനത്ത് കൊച്ചു TV 71 പോയിൻറ്റ്, 11ാം സ്ഥാനത്ത് വി ചാനൽ 53 പോയിൻറ്റ്, 12ാം സ്ഥാനത്ത് അമൃത TV 42 പോയിൻറ്റ് എന്നിങ്ങനെയാണ് വിനോദ ചാനലുകളുടെയും സ്ഥിതി. ഈ ആഴ്ചത്തെ റേറ്റിംഗ് വിശകലനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുറത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള പോലെയല്ല, ഇപ്പോൾ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഈ ഭയങ്കര ബഹളം. കുഴപ്പമില്ല, വീഡിയോ അവസാനിച്ചിരിക്കുകയാണല്ലോ. നമുക്ക് അടുത്ത ആഴ്ച മറ്റ് ഈ ആഴ്ചത്തെ സ്ഥിതിഗതികളുമായി അടുത്ത ആഴ്ചത്തെ റേറ്റിംഗ് വിശകലന വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.